എല്ലാവർക്കും നമസ്കാരം. മധ്യകാല ഇന്ത്യയെക്കുറിച്ചുള്ള SCERT ഫാക്ട്സ് ആണ് നോക്കുന്നത്. സൂഫികളുടെ താമസ സ്ഥലങ്ങൾ അറിയപ്പെടുന്നത് ഗാൻ ഗാഹുകൾ എന്നാണ് സൂഫികളുടെ താമസ സ്ഥലങ്ങൾ അറിയപ്പെടുന്നത്. അതുപോലെ സൂഫി കേന്ദ്രങ്ങളിൽ ആലപിക്കുന്ന ഭക്തിഗാനങ്ങൾ ഏതാണ്? ഖവാലികളാണ് സൂഫി കേന്ദ്രങ്ങളിൽ ആലപിക്കുന്ന ഭക്തിഗാനങ്ങൾ. സൂഫി ഗുരു അറിയപ്പെടുന്നത് പീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നാണ്. സൂഫിസം എന്ന വാക്കിൻ്റെ ഉത്ഭവം തസവുഫ് എന്ന വാക്കിൽ നിന്നാണ് സൂഫിസം വന്നതെന്നാണ് വിശ്വസിക്കുന്നത്. 12ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപം കൊണ്ട ഒരു ജനകീയ പ്രസ്ഥാനമാണ് ഏത്? വീരശൈവ പ്രസ്ഥാനം. 12ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപം കൊണ്ട ജനകീയ പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. വീരശൈവർ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാണ്? ലിംഗായത്തുകളാണ് വീരശൈവർ അറിയപ്പെടുന്ന മറ്റൊരു പേര്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? വീരശൈവ പ്രസ്ഥാന നേതാവ് ബസവണ്ണയാണ്. കറക്റ്റാണോ? സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണല്ലേ. എന്താണ്, ആരാണ് നേതാവ്? ബസവണ്ണയാണ് വീരശൈവ പ്രസ്ഥാനത്തിന്റെ നേതാവ്. ഇവർ വിഷ്ണു ഭക്തരായിരുന്നു ആണോ? അല്ല, ഇവരാരായിരുന്നു? ശിവഭക്തരായിരുന്നു കേട്ടോ. അതുപോലെ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കന്നഡ സാഹിത്യ രൂപമാണ് വചന സാഹിത്യം. വചന സാഹിത്യമാണ് ഈ വീരശൈവ പ്രസ്ഥാനവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സാഹിത്യ രൂപം. 12ാം നൂറ്റാണ്ടിൽ ലിംഗായത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട ഒരു ജനാധിപത്യ വേദി ഏതാണ്? അനുഭവ മണ്ഡപമാണ്. ഇനി വീരശൈവ പ്രസ്ഥാനത്തെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ പ്രസ്ഥാനം അധ്വാനത്തിന്റെ മഹത്വം ചൂണ്ടിക്കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ജാതി വ്യവസ്ഥയെ എതിർത്തിരുന്നു. സ്ത്രീ പുരുഷ സമത്വത്തിന് ഇവരെന്ത് ചെയ്തു? പ്രാധാന്യം നൽകി. വിധവാ വിവാഹം, മിശ്രഭോജനം, പ്രായപൂർത്തി വിവാഹം എന്നിവയൊക്കെ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. പുനർജന്മ സിദ്ധാന്തം ചോദ്യം ചെയ്തു. അതുപോലെ സ്വാതന്ത്ര്യം, സാമൂഹിക നീതി ഇവയ്ക്കൊക്കെ എന്ത് ചെയ്തു? പ്രാധാന്യം നൽകിയവരാണ് ആര്? വീരശൈവ പ്രസ്ഥാനം പറയുന്നത്. ഇനി ഈ വചന സാഹിത്യം നമ്മൾ പറഞ്ഞല്ലോ. ഈ വചന സാഹിത്യ എന്ന കൃതിയിലേക്ക് കോൺട്രിബ്യൂട്ട് അല്ലെങ്കിൽ സംഭാവന ചെയ്തൊക്കെ ആരൊക്കെയാണ്? ബസവണ്ണ, അല്ലമപ്രഭു, അക്ക മഹാദേവി അല്ലേ. അപ്പൊ ഇത്രയും പേര് ഈ വചന സാഹിത്യം നമ്മൾ പറഞ്ഞു അല്ലേ, കന്നഡയിലെ ഒരു സാഹിത്യ രൂപമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സാഹിത്യ രൂപം, അതായത് ഈ വചന സാഹിത്യം കന്നഡ എന്ന ഭാഷയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായകമായിട്ടുണ്ട്. അടുത്തത്, ചോള കാലഘട്ടത്തിൽ രൂപം കൊണ്ട ചിത്രകല ഏതാണ്? രാജസ്ഥാനി രീതിയാണ് കേട്ടോ. ഏതാണ്? ചോള കാലഘട്ടത്തിൽ രൂപം കൊണ്ട ചിത്രകല രാജസ്ഥാനി രീതിയാണ്. ഈ രാജസ്ഥാനി രീതി എന്ന് പറയുന്നത് എന്താണ്? അത് പാരമ്പര്യ ശൈലിയും അതുപോലെ തന്നെ മുഗള ശൈലിയും ചേർന്നിട്ടുള്ള ഒന്നാണ് എന്ത്? രാജസ്ഥാനി രീതി. മുഗൾ കാലഘട്ടത്തിൽ നിലവിൽ വന്ന ചിത്രകല ഏതാണ്? നമ്മൾ പറഞ്ഞു അല്ലേ, ചോള കാലഘട്ടത്തിൽ വന്നതാണ് രാജസ്ഥാനി രീതി. അതുപോലെ തന്നെ മുഗൾ കാലഘട്ടത്തിൽ വന്നത് എന്താണ്? സൂക്ഷ്മ ചിത്രകലയാണ്. ഈ സൂക്ഷ്മ ചിത്രകല എന്താണ്? അതായത് ഇതൊരു ഇന്ത്യൻ ശൈലി പ്ലസ് എന്താണ്, ഒരു പേർഷ്യൻ ശൈലിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? സൂക്ഷ്മ ചിത്രകല. ഇനി മുഗൾ ചിത്രശൈലിയുടെ ഉപജ്ഞേതാക്കൾ ആരാണ് അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? മുഗൾ ചിത്രകല രീതി ഏതായിരുന്നു? സൂക്ഷ്മ ചിത്രകലയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആരാണ് ഉപജ്ഞേതാക്കൾ? ആരൊക്കെയാണ്? മിർ സയ്യിദ് അലിയും അതുപോലെ തന്നെ അബ്ദു സമദുമാണ് എന്തിന്റെ? മുഗൾ ചിത്രശൈലിയുടെ ഉപജ്ഞേതാക്കളായിട്ട് പറയപ്പെടുന്നത്. ചിത്രകാരനായ ദസ്വന്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ്? ആരുടെയാണ്? അക്ബറിന്റെ കാലഘട്ടത്താണ് കേട്ടോ. എന്താണ്? അക്ബറിന്റെ കാലത്ത് ആരാണ്? ചിത്രകാരനായ ദസ്വന്ത് എന്ത് ചെയ്തു? രാസ്നാമ എന്ന പേരില് മഹാഭാരത കഥയെ എന്ത് ചെയ്തു? ചിത്രരൂപത്തിലേക്ക് തയ്യാറാക്കി അക്ബറിന്റെ കാലഘട്ടത്തില്. കല്യാൺ ദാസ് ആരുടെ കാലത്ത് ജീവിച്ച ചിത്രകാരനാണ്? ആരാണ്? ഷാജഹാന്റെ കാലത്ത് ജീവിച്ച ചിത്രകാരനാണ് ആര്? കല്യാൺ ദാസ്. അതുപോലെ ജഹാംഗീറിന്റെ കാലത്തെ പ്രധാന ചിത്രകാരന്മാര് ആരാണ്? ബിഷൻ ദാസ്. അതുപോലെ തന്നെ ആരാണ്? അബുൽ ഹസൻ ആണ് ജഹാംഗീറിന്റെ കാലത്ത് ജീവിച്ച പ്രധാന ചിത്രകാരന്മാര്.
അപ്പോൾ നമുക്ക് അതൊന്നുകൂടി നോക്കാം അല്ലേ. എന്താണ് ചോള കാലഘട്ടത്തിൽ രൂപം കൊണ്ട ചിത്രകല ഏതാണ്? രാജസ്ഥാനി രീതി. അതുപോലെ തന്നെ മുഗൾ കാലഘട്ടത്തിൽ ഏതായിരുന്നു? സൂക്ഷ്മ ചിത്രകലയാണ് അല്ലേ. ഈ രാജസ്ഥാനി രീതി ഏതൊക്കെ തമ്മിലുള്ളതാണ്? പാരമ്പര്യ ശൈലിയും അതുപോലെ തന്നെ മുഗള ശൈലിയും ചേർന്നതാണ് രാജസ്ഥാനി രീതി. അതുപോലെ ഈ സൂക്ഷ്മ ചിത്രകല എന്തിൻ്റെ മിക്സാണ്? അത് ഇന്ത്യൻ ശൈലിയുടെയും അതുപോലെ തന്നെ എന്താണ് പേർഷ്യൻ ശൈലിയുടെയും മിക്സാണ് എന്ത്? സൂക്ഷ്മ ചിത്രകല പറഞ്ഞു അല്ലേ. പിന്നെ പറഞ്ഞെന്താണ്? ഈ മുഗൾ ചിത്രശൈലിയുടെ ഉപജ്ഞേതാക്കൾ ആരാണ്? മിർ സയ്യിദ് അലിയും അതുപോലെ തന്നെ അബ്ദു സമദുമാണ്. ഇനി അക്ബറിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ചിത്രകാരനാണ് ആരാണ്? ദസന്ത് ആണ് അല്ലേ. ഈ ദസന്ത് എന്ത് ചെയ്തിട്ടുണ്ട്? രാസ്നാമ എന്ന പേരില് മഹാഭാരത കഥ ചിത്രരൂപത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു അല്ലേ കല്യാൺ ദാസ് ആരുടെ കാലത്തായിരുന്നു? ഷാജഹാന്റെ കാലത്താണ്. ജഹാംഗീറിന്റെ കാലത്ത് ആരായിരുന്നു? ബിഷൻ ദാസും അതുപോലെ തന്നെ അബുൽ ഹസനുമാണ് ജഹാംഗീറിന്റെ കാലത്ത്. അടുത്താണ് ഖയാൽ തുമ്രി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായിട്ടാണ്? സംഗീത രീതിയായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് എന്ത്? ഖയാലും അതുപോലെ തന്നെ തുമ്രി എന്ന് പറയുന്നത്. ഉത്തരേന്ത്യയിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി രൂപം കൊണ്ട സംഗീത ശൈലി ഏതാണ്? ഹിന്ദുസ്ഥാനി സംഗീതമാണ്. എന്തിൻ്റെയാണ്? ഉത്തരേന്ത്യയിലെ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീനം മൂലമുണ്ടായ ഒരു സംഗീതമാണ് എന്ത്? ഹിന്ദുസ്ഥാനി സംഗീതം. മധ്യകാല ഇന്ത്യൻ സംഗീത ലോകത്തെ പ്രധാന സംഭാവനയായ സംഗീത രത്നാകരം എന്ന ഗ്രന്ഥം ആരുടേതാണ്? ആരുടെയാണ്? ശാരംഗ് ദേവന്റെയാണ് എന്ത്? സംഗീത രത്നാകരം എന്ന ഗ്രന്ഥം. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലത്ത് ഏത് സംഗീത കൃതിയാണ് പേർഷ്യൻ ഭാഷയിൽ വിവർത്തനം ചെയ്തത്? ഏതാണ്? രാഗദർപ്പണാണ് കേട്ടോ. എന്തിലേക്കാണ് വിവർത്തനം ചെയ്തത്? പേർഷ്യൻ ഭാഷയിലേക്ക് കേട്ടോ. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലത്താണ്. അതുപോലെ ഹിന്ദുസ്ഥാനി സംഗീതത്തെ സമ്പന്നമാക്കിയ ആരുടെ സംഭാവനയാണ് ദർബാറി രാഗം? ആരുടെയാണ്? താൻസന്റെ ആണ് അല്ലേ. എന്താണ്? ദർബാറി രാഗം ആരുടേതാണ്? താൻസൻ ആണ്. എന്തായിട്ട് കണക്റ്റഡ് ആണ്? ഹിന്ദുസ്ഥാനി സംഗീതവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒന്നാണ് എന്ത്? ദർബാറി രാഗം. ഖവാലി തുടങ്ങുന്നതിനും അവസാനിക്കുന്നതിനു മുൻപ് ഒരു പ്രാർത്ഥനാ ഗീതം പാടി ദൈവത്തെ സ്തുതിക്കുക എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? അമീർ ഖുസ്രു ആണ് അല്ലെ. നമ്മൾ സൂഫി പ്രസ്ഥാനം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ എന്താണ്? സൂഫി കേന്ദ്രങ്ങളിൽ ആലപിക്കുന്ന ഭക്തിഗാനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഖവാലികൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ ഖവാലികൾ തുടങ്ങുന്നതിനും അതുപോലെ തന്നെ അവസാനിക്കുന്നതിനും മുൻപായിട്ട് എന്ത്? പ്രാർത്ഥനാ ഗീതം പാടി ദൈവത്തെ സ്തുതിക്കുക എന്ന ആശയം ആരുടെയാണ്? അമീർ ഖുസ്രുവിന്റെ ആണ്. അതുപോലെ സംഗീതോപകരണങ്ങൾ വായിക്കുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന സൂഫി ആചാരമായ സാമയ്ക്ക് സവിശേഷമായ രൂപം നൽകിയതും ആരാണ്? അമീർ ഖുസ്രു ആണ്. ഷാബാദ് എന്ന് അറിയപ്പെടുന്ന പ്രാർത്ഥനാ ഗീതങ്ങൾ ആരുടെ സംഭാവനയാണ്? ആരുടെയാണ്? ഗുരുനാനാക്കിന്റെ സംഭാവനയാണ് എന്ത്? ഷാബാദ് എന്ന് പറയുന്നത്. സിഖ് മതസ്ഥാപകൻ ആരാണ്? ഗുരുനാനാക്കാണ് സിഖ് മതസ്ഥാപകൻ. ഗുരുനാനാക്ക് അനുയായികൾക്ക് വേണ്ടി രൂപം കൊടുത്ത പൊതു അടുക്കള ഏത് പേരിൽ അറിയപ്പെടുന്നു? ലങ്കർ എന്ന പേരിലാണ് ഗുരുനാനാക്ക് അനുയായികൾക്ക് വേണ്ടി രൂപം കൊടുത്ത പൊതു അടുക്കള അറിയപ്പെടുന്നത്. പേർഷ്യനും ഹിന്ദിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഭാഷ ഏതാണ്? ഉറുദു ആണ് കേട്ടോ. പേർഷ്യനും ഹിന്ദിയും തമ്മിലുള്ള ബന്ധത്തിൽ രൂപം കൊണ്ട ലാംഗ്വേജ് ആണ് ഏത്? ഉറുദു. കൽഹണൻ രചിച്ച ചരിത്ര ഗ്രന്ഥം ഏതാണ്? രാജതരംഗിണിയാണ് കൽഹണൻ രചിച്ച ചരിത്ര ഗ്രന്ഥം. മധ്യകാലഘട്ടത്തിൽ വിവിധ ഭാഷക്കാരായ പട്ടാളക്കാർ തമ്മിൽ സംസാരിക്കാൻ ഉപയോഗിച്ച ഭാഷ ഏതായിരുന്നു? ഉറുദു ആയിരുന്നു അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ഹിന്ദിയുടെയും അതുപോലെ തന്നെ എന്താണ് പേർഷ്യൻ്റെയും ബന്ധത്താൽ രൂപം കൊണ്ട ഒരു ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്? ഉറുദു എന്ന് പറയുന്നത്. കാശ്മീരിലെ ഏത് രാജാവിന്റെ കാലത്താണ് രാജതരംഗിണി പേർഷ്യനിലേക്ക് വിവർത്തനം ചെയ്തത്? ആരുടെയാണ്? സൈനുൽ ആബ്ദിന്റെ കാലത്താണ് എന്ത്? രാജതരംഗിണി എന്ന ഗ്രന്ഥം. രാജതരംഗിണി ആരുടെയാണ്? കൽഹണന്റെയാണ് രാജതരംഗിണി അല്ലേ. അത് എന്തിലേക്ക് വിവർത്തനം ചെയ്തു? പേർഷ്യനിലേക്ക് വിവർത്തനം ചെയ്തത് ആരുടെ കാലത്തെന്നാണ് പറഞ്ഞത്. അടുത്തതായിട്ട് ഈ ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യമാണ്. ഒന്ന് പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. രാജസ്ഥാനിൽ നിന്ന് ആരായിരുന്നു? മീരാബായി ആയിരുന്നു. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് ആരായിരുന്നു? ബഹിനാബായി ആയിരുന്നു കേട്ടോ. അതുപോലെ കർണാടക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആരാണ്? അക്ക മഹാദേവി അല്ലേ. നമ്മൾ വചന സാഹിത്യം പറഞ്ഞപ്പോൾ അതിലേക്ക് മേജർ സംഭാവന ചെയ്ത ആളും ആരായിരുന്നു? അക്ക മഹാദേവി ആയിരുന്നു. എവിടെ നിന്നായിരുന്നു? കർണാടകയിൽ നിന്നാണ് ആര്? അക്ക മഹാദേവി വന്നത്. അതുപോലെ തന്നെ കാശ്മീരിൽ ആരായിരുന്നു? ലാൽ
ഇതേതായിരുന്നു. പിന്നെ ആണ്ടാൾ അതുപോലെ തന്നെ കാരയ്ക്കൽ അമ്മയാർ എവിടെയായിരുന്നു? തമിഴ്നാട് ആയിരുന്നു. അപ്പം ഇത്രയും പേരുകളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക.